ഞാനിവിടെ നമ്മുടെ റിമിറ്റോമിയുടെ സ്റ്റാറ്റസ് കണ്ടോണ്ടിരിക്കുക കേട്ടോ. സ്റ്റോറി ഇട്ടേക്കുന്നത് ഇവിടെ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, തിരുനേറ്റ് പീക്കി പോയിട്ടുണ്ട്. സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് കണ്ടോ? കണ്ടേ. അതെല്ലോ ടൊമാറ്റോ പീക്കാണല്ലോ. അതെ, നമുക്ക് പോയാലോ? പോണോ? പോണം. ഓക്കെ, പോയേക്കാം. ശരി. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ എന്നെ കൂട്ടി തിമാറ്റോ പീക്കിലേക്ക് പോകുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ തിമാറ്റോ പീക്കിലെ റോഡ്. ഇതാണ് റിമി ചേച്ചി സ്റ്റോറി ആക്കിയിട്ടിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഭീമൻ കുന്നുകളും പിന്നെ ഒരു സൈഡ് മുഴുവൻ താഴ്വാരവുമാണ്. അങ്ങനെ ഈ ഒരു റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുങ്ങിയൊരു റോഡാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പൊക്കത്ത്, ഈ തിമാറ്റോ പീക്കിൻ്റെ പൊക്കത്തെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ കാണുന്നൊരു കാഴ്ച, എൻ്റെ ദൈവമേ, അതിന് എന്നെ ഇപ്പോൾ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ആരോ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ. ശരിക്കും ഇതൊക്കെ ഒരു മാജിക്ക് തന്നെയാണ് അല്ലേ? അങ്ങനെ ഞാനിതാ ആ വഴിയിലൂടെ ഇങ്ങനെ മെല്ലെ നടന്ന് ഓരോ കുന്നുകൾ കാണാനായിട്ട് പോവാണ്. അങ്ങനെ ഏകദേശം ഒരു ടോപ്പിൽ, അത്യാവശ്യം ഒരു ചെറിയ കുന്നിൽ കയറി നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇത്. അപ്പം ചെറിയ സൈഡിൽ ഇങ്ങനെ നല്ല മലനിരകളും പച്ചപ്പും ഒക്കെ കണ്ടു. വേറെ കുറേ സൈഡിൽ ഇങ്ങനെ ആകാശത്തെ മുത്തമിട്ട് നിൽക്കുന്ന മലനിരകളും കാണാൻ പറ്റും. റിമി ചേച്ചി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ, അതായത് ന്യൂസിലാൻഡിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് ഇവിടുത്തെ മലനിരകളും ഈ ചെമ്പരിയാടുകളും ഈ പച്ചപ്പും ഒക്കെ ആയിരിക്കുമെന്ന് കേട്ടോ. ശരി തന്നെ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഈ ഹോക്സ് ബേ നഗരത്തെ തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ സൺസെറ്റും ഒക്കെ കണ്ട് ഞങ്ങളവിടെ നിന്ന് മെല്ലെ യാത്ര തിരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.